First one, turning the sole of the foot medially. സോള് മീഡിയലി മൂവ് ചെയ്യുന്നു. ഏതാണ് ആ മൂവ്മെന്റ്? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻവേർഷൻ ആണ് ആൻസർ. ഈ പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഏതാണ്? കൊറോണൽ പ്ലെയിൻ ആണ്. കൊറോണൽ പ്ലെയിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഡിയൽ മൂവ്മെന്റ് ടുവേഴ്സ് ദ മിഡ് ലൈൻ. മീഡിയലി മിഡ് ലൈനിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അഡക്ഷൻ ആണ്. Relating to the right and left side of the body or of a body structure such as the right and left extremities. ഒരേ സമയം റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെയും പറ്റി പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ടേം ആണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്സിലാറ്ററലും കോൺട്രലാറ്ററലും അല്ല. ഇന്നലെ നമ്മൾ വിട്ടുപോയൊരു പോർഷനാണിത്. ബൈലാറ്ററലും യൂണിലാറ്ററലും. ബൈലാറ്ററൽ എന്ന് വെച്ചാല് നമ്മൾ ഒരേ സമയം രണ്ട് സൈഡിനെ പറയണമെങ്കിലാണ് ബൈലാറ്ററൽ. ബൈലാറ്ററൽ, ബൈ എന്നുള്ളത് രണ്ടെന്ന് ഓർക്കുക. രണ്ട് സൈഡും കൂടെ പറയണമെങ്കിൽ ബൈലാറ്ററൽ എന്നുള്ള ടേം യൂസ് ചെയ്യും. യൂണിലാറ്ററൽ ആണെങ്കിൽ ഒരു സൈഡിൽ. ഇപ്പൊ റൈറ്റ് സൈഡിൽ മാത്രമാണെങ്കിൽ നമുക്ക് യൂണിലാറ്ററൽ എന്ന് പറയാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണെങ്കിൽ യൂണിലാറ്ററൽ എന്ന് പറയാം. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും, റൈറ്റും ലെഫ്റ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്തെങ്കിലും ചോദിച്ചതാണോ? ഇത് സിലബസിലുള്ള ടോപ്പിക്സ് ആണോ അത്? അല്ലെ, ഇപ്പൊ ഈ ബോഡി പൊസിഷൻ കാരണമൊക്കെ സിലബസിൽ ഉണ്ടോന്ന് ചോദിക്കാൻ അറിയാൻ വേണ്ടിട്ട് എടുക്കണോണ്ടല്ല. ബേസിക് ടെർമിനോളജീസ് ആണ് ഉള്ളത്. കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ഉണ്ടാവുമെന്ന് എനിക്കും അറിയില്ല. ഇതെല്ലാം അനാറ്റമിക്കൽ ടേംസ് നിങ്ങളുടെ സിലബസിലുണ്ട്. ജനറൽ, നോർമൽ, അനാറ്റമിക്കൽ ടേംസ് അതിനകത്ത് വരുന്നതാ. ഇതെല്ലാം വേണമെങ്കിൽ ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളുടെ അനാറ്റമിയുടെ ഫസ്റ്റ് പാർട്ട് അനാറ്റമിക്കൽ ടേംസ് അതിനകത്ത് പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറയുന്നതേ ഉള്ളൂ, പക്ഷെ ഇതെല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നതാണ്. ആ സിലബസ് ഒന്നുകൂടെ നോക്കിക്കോ, അനാറ്റമിയുടെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആണ് വരുന്നത്. ജസ്റ്റ് ഇന്നത്തെ പോർഷൻസ് ഒന്ന് റിക്കവർ ചെയ്തതാണ്. ഇന്ന് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാൻ പോകുന്നത് സെൽ സ്ട്രക്ചർ ആണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് യൂണിറ്റ് എന്താണ്? ലൈഫ് ലിവിങ് ബോഡിയിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് സെൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെല്ല് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് റോബർട്ട് ഹൂക്ക് ആണ്. സെൽ തിയറി ഉണ്ട്. സെൽ തിയറി പ്രപ്പോസ് ചെയ്ത് ഷ്ലീഡൻ ഷാ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ്. സെൽ തിയറി അനുസരിച്ചിട്ട് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസംസും സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെല്ലാണ് സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെൽ ഉണ്ടാകുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നായിരിക്കും. അപ്പൊ തൊട്ട് മുന്നേ ഉള്ള സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് സെൽ തിയറി എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഷ്ലീഡൻ ഷാ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ്. സെൽ തിയറി അനുസരിച്ചിട്ട് എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് വെച്ചിട്ടാണ് സെൽ ഈസ് ദ സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് തിങ് ആൻഡ് ഓൾ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ത്രൂ സെൽ ഡിവിഷൻ. പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിന്റെ ഡിവിഷൻ വഴിയാണ് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. എത്ര ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്? മെയിനായിട്ട് പറഞ്ഞാൽ എത്ര ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമുക്ക് വരുന്നത്. പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്ടിക് സെല്ലുണ്ട്, യൂകാരിയോട്ടിക് സെല്ലുണ്ട്. യൂകാരിയോട്ടിക് സെല്ലാണ് നമുക്ക് ഹ്യൂമൻസിനൊക്കെ ഉള്ളതെന്ന് ആലോചിക്കുക. യൂകാരിയോട്ടിക് സെല്ല് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലേക്ക് പോകുമ്പോഴാണ് യൂകാരിയോട്ടിക് സെല്ല് വരുന്നത്. പ്രോകാരിയോട്ടിക് സെല്ലിനെ പ്രിമിറ്റീവ് എന്ന് ആലോചിക്കുക. അതായത് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഓർഗാനിസത്തിൽ വരുന്നതാണ് പ്രോകാരിയോട്ടിക് സെൽസ്. അപ്പോൾ ഈ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം.
പ്രോക്യാരിയോട്ടിക് സെല്ലിൽ ഇപ്പൊ സെൽസിലെല്ലാം ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, DNA, RNA, അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഈ ജനറ്റിക് മെറ്റീരിയൽസ് ന്യൂക്ലിയസിനുള്ളിലായിരിക്കും സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. പക്ഷേങ്കിൽ പ്രോക്യാരിയോട്ടിക് സെല്ലിൽ എന്താണ്, അങ്ങനെ ഒരു അതിനൊരു എൻവലപ്പ് ഇല്ല, ന്യൂക്ലിയ പോലെ അതിനൊരു എൻവലപ്പ് ഇല്ലാതെ ഫ്രീ ആയിട്ട് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ജനറ്റിക് മെറ്റീരിയൽ കിടക്കായിരിക്കും. അപ്പൊ പ്രോക്യാരിയോട്ടിക് സെല്ലിന് അത് എന്താണ്, ആ ഒരു ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാതെയാണ് DNA കാണപ്പെടുന്നത്. യൂക്യാരിയോട്ടിക് സെല്ലിനാകുമ്പോൾ പ്രോപ്പർ ആയിട്ട് അതിനെ ബൗണ്ട് ചെയ്ത് ന്യൂക്ലിയസിന് ഉള്ളിൽ വെച്ചിരിക്കുകയായിരിക്കും DNA-നെ. ഈ സൈസ് പ്രോക്യാരിയോട്ടിക് സെല്ല് ചെറുതായിരിക്കും. പ്രോക്യാരിയോട്ടിക് സെല്ല് നമ്മൾ ബാക്ടീരിയസിലൊക്കെയാണ് കാണുന്നതെന്ന് ആലോചിക്കുക. ബാക്ടീരിയ തന്നെ എത്രമാത്രം ചെറുതാണ്, അതിനേക്കാളും ചെറുതായിരിക്കും അതിന്റെ സെല്ല് എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി സ്മോളർ സൈസ് ആണ് പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി പ്രോക്യാരിയോട്സിനേക്കാളും ലാർജർ സൈസിലായിരിക്കും യൂക്യാരിയോട്സിന്റെ സെൽസ് കാണുന്നത്. ഇനി ഇത് യൂഷ്വലി സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലാണ്. സിംഗിൾ സെല്ലായിട്ട് മിക്കവാറും ഈ പ്രോക്യാരിയോട്ടിക് സെല്ല് വരുന്ന ഓർഗാനിസംസ് ഒക്കെ സിംഗിൾ സെൽഡ് ആയിരിക്കും. യൂക്യാരിയോട്സ് പക്ഷേ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ, ഹ്യൂമൻസ് പോലെ അല്ലെങ്കിൽ അല്ലാതുള്ള ജീവികളെയൊക്കെ പോലുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലായിരിക്കും യൂക്യാരിയോട്ടിക് സെൽസ് വരുന്നത്. ഇതിനകത്ത് മെറ്റബോളിസം നടക്കുമ്പോൾ പ്രോക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിലും പ്രസൻസ് ഇല്ലാതെയും മെറ്റബോളിസം നടക്കാം. പക്ഷെ യൂക്യാരിയോട്സിൽ ഒരു ഓക്സിജന്റെ പ്രസൻസിലാണ് മെയിൻ ആയിട്ട് മെറ്റബോളിസം നടക്കുന്നത്. സെൽ ഓർഗനല്ലൈസ് ഉണ്ട്. സെൽ ഓർഗനല്ലൈസ് എന്ന് പറയുന്നത് സെല്ലിനകത്ത് കാണുന്ന കുറെ സ്ട്രക്ചേഴ്സ് ആണ് ഈ സെൽ ഓർഗനല്ലൈസ് എന്ന് പറയുന്നത്. പ്രോക്യാരിയോട്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ സെൽ ഓർഗനല്ലൈസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഒരു മെംബ്രെയിൻ വെച്ചിട്ട് അത് ബൗണ്ട് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല കാണുന്നത്. സെല്ലിനകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കായിരിക്കും ഓർഗനല്ലീസ്. പക്ഷെ യൂക്യാരിയോട്സിലാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒരു മെംബ്രെയിൻ ബൗണ്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് യൂക്യാരിയോട്ടിക് സെൽസിൽ ഓർഗനല്ലീസ് കാണുന്നത്. അപ്പൊ അവരുടെ ഡിഫറൻസ് നോക്കാം. പ്രോക്യാരിയോട്സിൽ DNA ഫ്രീ ആയിട്ട് കിടക്കുകയായിരിക്കും, പക്ഷെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടായിരിക്കും യൂക്യാരിയോട്സിൽ കാണുന്നത്. സൈസ് ചെറുതായിട്ടുള്ളത് പ്രോക്യാരിയോട്സ് ആണ്. യൂക്യാരിയോട്സ് ലാർജ് സൈസിലായിരിക്കും കാണുന്നത്. ഇനി ഓർഗനൈസേഷൻ വരുമ്പോഴത്തേക്കും സിംഗിൾ സെൽഡ് ആയിട്ടുള്ളവരിലാണ് പ്രോക്യാരിയോട്ടിക് സെൽസ് കൂടുതലും കാണുന്നത്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിലാണ് യൂക്യാരിയോട്ടിക് സെല്ല് കാണുന്നത്. ദെൻ മെറ്റബോളിസത്തിന്റെ ഓക്സിജന്റെ പ്രസൻസിലും പ്രസൻസ് ഇല്ലാതെയും പ്രോക്യാരിയോട്സിൽ മെറ്റബോളിസം നടക്കും. യൂക്യാരിയോട്സിലാണെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിലാണ് മെറ്റബോളിസം നടക്കുന്നത്. ഇനി ഓർഗനലൈസ് ബൗണ്ട് ആയിട്ട് കാണുന്ന എവിടെയാണ്? യൂക്കാരിയോട്ട്. യൂക്യാരിയോട്സിലാണ് ബൗണ്ട് ആയിട്ട് കാണുന്നത്. ഫ്രീ ആയിട്ടായിരിക്കും പ്രോക്യാരിയോട്സിൽ കാണുന്നത്. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഹ്യൂമൻ സെൽസിന്റെ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് നോക്കുകയാണ്. പ്രോപ്പറായിട്ട് നോക്കുമ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുമ്പം ആ സെല്ല് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ആലോചിക്കുക. അതിന്റെ അകത്തേക്കുള്ള സ്ട്രക്ചേഴ്സ് അല്ല നമ്മൾ പറയുന്നത്, ആ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ. അപ്പൊ അതിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി അതിനെല്ലാം കൂടി ചേർത്തിട്ട് പ്രോട്ടോപ്ലാസം എന്ന് പറയും. അപ്പൊ ആ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിനെ എല്ലാം കൂടി ചേർത്തിട്ട് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? വാട്ടർ വരാം. വാട്ടർ എന്ന് ഒരു 70-80% വാട്ടർ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനത്തുള്ള അയോൺസ്, അങ്ങനെ കുറെ ഇലക്ട്രോലൈറ്റ്സും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിനെ എല്ലാം കൂടി ചേർത്തിട്ട് പ്രോട്ടോപ്ലാസം എന്ന് പറയും. പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് നോക്കുക. വാട്ടർ വരാം, 70-80% വാട്ടർ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു സെല്ലിന്റെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെല്ലിന്റെ അകത്തേക്ക് കയറാണ്. ഇത് പുറമെ ആ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പ്രോട്ടോപ്ലാസം. ഇനി ഒരു സെല്ലിനകത്തേക്ക് കയറുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? സെല്ലിനകത്തേക്ക് വരുമ്പോൾ സെല്ലിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിനും അകത്തേക്ക് സൈറ്റോപ്ലാസവും അതിനകത്ത് കുറെ ഓർഗനല്ലീസും, സെൻട്രലായിട്ട് ന്യൂക്ലിയസ്. അപ്പോൾ സബ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു സെല്ലിനുള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സെൽ മെംബ്രെയിൻ ഉണ്ടാകും, സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ്സ് ഓർഗനല്ലീസ് ആൻഡ് ന്യൂക്ലിയസ്. ഓരോരുത്തരായിട്ടും നോക്കാനുണ്ട്. അപ്പൊ സെൽ മെംബ്രെയിൻ എന്താ നോക്കാം. സെൽ മെംബ്രെയിൻ എന്തായിരിക്കും? സിംപ്ലി മെംബ്രെയിൻ അല്ലേ, ഒരു സെല്ലിനെ കവർ ചെയ്ത് വരുന്ന ഒരു കവറിങ്ങിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ബൈ ലിപ്പിഡ് ലെയർ ആണെന്ന് പറയും. ബൈ മീൻസ് ടു,
രണ്ട് ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് ലിപ്പിഡ്സിന്റെ ലെയർ ആണ്. ബൈ ലിപ്പിഡ് ലെയർ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ലിപ്പിഡ് ലെയറിന്റെ ഇടയ്ക്ക് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോട്ടീൻ മോളിക്യൂൾസ്, ആ ഇടയ്ക്ക് വരുന്ന പ്രോട്ടീൻ മോളിക്യൂൾസിന് ഇന്റഗ്രൽ പ്രോട്ടീൻസ്, പെരിഫറൽ പ്രോട്ടീൻസ്, ഇങ്ങനെ ഓരോ പേരുകൾ പറയാറുണ്ട്. സോ അപ്പോൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ്, സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് ബൈ ലിപ്പിഡ് ലെയർ ആണ്. ലിപ്പിഡ് ലെയർ ആണ്, രണ്ട് ലെയർ ആയിട്ടാണ് അത് വരുന്നത്. ഈ രണ്ട് ലെയറിനും ഇടയ്ക്ക് പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതിന് ഇന്റഗ്രൽ പ്രോട്ടീൻസ്, പെരിഫറൽ പ്രോട്ടീൻസ്, ഇങ്ങനെ ഓരോ പേരിലായിരിക്കും ഈ പ്രോട്ടീൻസ് വരുന്നത്. സോ അപ്പൊ സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഏറ്റവും മെയിൻ, കേട്ടില്ല, എന്നോട് പറയൂ. പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ആയിരിക്കും സെൽ മെംബ്രെയിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സെല്ലിന് ആവശ്യത്തിനുള്ള ഫുഡ് എടുക്കുക, അല്ലാതെ എന്തെങ്കിലും എക്സ്ക്രീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയുക. അതുപോലെ ചില അയോൺസിന് ഇത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിരിക്കും. ചില അയോൺസിനെ മാത്രം, ആവശ്യമുള്ളവരെ മാത്രം അകത്തോട്ട് കടത്തിവിടും, അല്ലാതെ ഉള്ളവര് നോൺ പെർമിയബിൾ ആയിരിക്കും, കടത്തിവിടത്തില്ല. അല്ലെങ്കിൽ സെല്ലിന് പുറത്തേക്ക് ഏതെങ്കിലും അയോൺസിന് പോകണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, സെലക്റ്റീവ് ആയിട്ടായിരിക്കും വിടുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണെന്ന് ആലോചിക്കുക. അതുപോലെ പെർമിയബിലിറ്റി, അത് ഓരോ കെമിക്കൽ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഓരോ അയോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടി വരും. അത് ഈ സെൽ മെംബ്രെയിൻ ആണ് ആര് കയറണം കയറണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ സെലക്റ്റീവ് പെർമിയബിലിറ്റി ആണ് സെൽ മെംബ്രെയിൻ ഉള്ളത്. അപ്പോൾ സെൽ മെംബ്രെയിൻ കടത്തി വിടുന്നവരെന്ന് പറയുന്നത് ഈ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ പോലുള്ള ഗ്യാസസിനെ കടത്തിവിടും. ലിപ്പിഡ്സ്, സ്റ്റിറോയിഡ്സ്, ഹോർമോൺസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ മോളിക്യൂൾസിനെ സെൽ മെംബ്രെയിൻ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടും. ഈ ഗ്ലൂക്കോസ്, യൂറിയ, അങ്ങനെ അല്ലെങ്കിൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള അയോൺസ്, ഇതിനൊക്കെ സോളിബിലിറ്റി കുറവാണ്. താരതമ്യേന കുറഞ്ഞ അളവിൽ മാത്രം കടത്തിവിടുന്നവരാണ് ഗ്ലൂക്കോസ്, യൂറിയ പോലുള്ള സബ്സ്റ്റൻസുകൾ. അപ്പോൾ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞത് ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ്, ബൈലിപ്പിഡ് ലെയർ ആയിരുന്നു, ഇൻ ബിറ്റ്വീൻ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. ഈ മെംബ്രെയിനും അകത്തേക്ക് നമ്മൾ പോവുകയാണ്. സെൽ മെംബ്രെയിനും അകത്തേക്ക് പോകുമ്പോൾ എന്താണുള്ളത്? പിന്നെ സൈറ്റോപ്ലാസവും അതിൻ്റെ ഓർഗനലീസും, സെൻട്രലായിട്ട് ന്യൂക്ലിയസും ആണ് വരുന്നത്. അതിൽ ഫിഗറിൽ ന്യൂക്ലിയസ് ഐഡന്റിഫൈ ചെയ്യുക. സെൻറ്റർ പോർഷനിലായിട്ടാണ് ന്യൂക്ലിയസ് വരിക. ദെൻ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മെട്രിക്സ് എന്ന് പറയും. ഇതിനകത്താണ് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം കിടക്കുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്, സൈറ്റോപ്ലാസം എന്താണ്, ഒരു ഫ്ലൂയിഡ് ലൈക്ക്, ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അത് ഫുള്ള് സെല്ലിനകത്ത് ഫുൾ ഉണ്ടായിരിക്കും. ഇതിനകത്തായിരിക്കും ഓരോ ഓർഗനലൈസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ സൈറ്റോപ്ലാസം തിക് ജെൽ ലൈക്ക് സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ആണ്. സൈറ്റോപ്ലാസത്തിനകത്താണ് ഈ പറഞ്ഞ ബാക്കി വരുന്ന സെൽ ഓർഗനലൈസ് എല്ലാം വരുന്നത്. അതുപോലെ സൈറ്റോസോൾ എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്. ദെൻ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസും വരുന്നുണ്ട്. അപ്പൊ സൈറ്റോപ്ലാസത്തില് എന്തൊക്കെയാണുള്ളത്? മെയിനായിട്ടും ആരാണ്? സെൽ ഓർഗനലൈസ് ആണ്. സെല്ലിനകത്ത് കാണുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ ഓർഗനലൈസ് എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ മെയിൻ ആയിട്ടും സെൽ ഓർഗനലൈസ് ആണ് വരുന്നത്. പിന്നെ അവർ കൂടാതെ സൈറ്റോസോൾ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. സൈറ്റോസോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനലൈസ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. ഇതിന് ഇടയ്ക്ക് ഓരോ ഓർഗനലൈസിന്റെ തൊട്ടടുത്ത് വരുന്ന സൈറ്റോപ്ലാസത്തിന്റെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഓർഗനലൈസ് ഒന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ, അങ്ങനെ ഓർഗനലൈസിന്റെ അടുത്ത് വരുന്ന എന്നാൽ ഒരു ഓർഗനലൈസ് പ്രസന്റ് അല്ലാത്തൊരു റീജിയൻ, സൈറ്റോപ്ലാസത്തിന്റെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോസോൾ ഇസ് ദ അക്വസ് പാർട്ട് ഓഫ് സൈറ്റോപ്ലാസം ഔട്ട്സൈഡ് ഓൾ സെൽ ഓർഗനലി. സെൽ ഓർഗനലിയുടെ പുറത്തായിട്ട് കാണുന്ന ആ സൈറ്റോപ്ലാസത്തിന്റെ ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. ഇപ്പൊ സൈറ്റോസോളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സൈറ്റോപ്ലാസത്തിനകത്ത് എന്തെങ്കിലും മോളിക്യൂൾസിനെയൊക്കെ അങ്ങോട്ട്, അല്ലെങ്കിൽ അയോൺസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണമെങ്കിൽ അത് മൂവ് ചെയ്ത് വിടുന്നത് ഈ സൈറ്റോസോൾ ആണ്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് അക്രോസ് ദ സെൽ
സൈറ്റോസോളിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ അത് കൂടാതെ സെല്ലിനൊരു സ്ട്രക്ചറൽ സപ്പോർട്ട്, സെൽ ഓർഗനലീസിനും അതുപോലെ ആസ് എ ഹോൾ സെല്ലിനും ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്ന ഈ സൈറ്റോസോൾ ആണ്. പിന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഗ്ലൈക്കോളിസിസ് അങ്ങനത്തെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് സൈറ്റോപ്ലാസത്തിൽ ഈ സൈറ്റോസോളി വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം സൈറ്റോസോൾ എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസത്തിന്റെ തന്നെ ഒരു പോർഷൻ ആണ്. ഈ ഓർഗനല്ലയുടെ പുറത്തായിട്ട് കാണുന്ന ആ ഒരു ഏരിയ നമ്മൾ സൈറ്റോസോൾ എന്ന് പറയും. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആണ്. സെല്ലിനകത്ത് മോളിക്യൂൾസിനെ അയോൺസിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോസോളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ ഇപ്പോൾ സെൽ മെംബ്രെയിൻ കഴിഞ്ഞു. സെൽ മെംബ്രെയിൻ അകത്തേക്ക് സൈറ്റോപ്ലാസം കണ്ടു. സൈറ്റോപ്ലാസത്തിന്റെ ഫ്രീ ആയിട്ട് കിടക്കുന്ന റീജിയനെ നമ്മൾ സൈറ്റോസോൾ എന്ന് പറഞ്ഞു. അല്ലാതെ സൈറ്റോപ്ലാസത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ സ്ട്രക്ചേഴ്സ് കിടപ്പുണ്ട്. അതിനെ നമ്മൾ സെൽ ഓർഗനല്ലീസ് എന്ന് പറഞ്ഞു. ഇനി സെൽ ഓർഗനല്ലീസ് 1 by 1 ആയിട്ട് നോക്കാം. സെൽ ഓർഗനല്ലീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ, ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോംസ്, സെൻട്രിയോൾസ്, ലൈസോസോംസ് ആൻഡ് പെറോക്സിസോംസ്. പെറോക്സിസോംസ് ഫിഗറിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത്രയാണ് സെൽ ഓർഗനല്ലീസ് എന്ന് പറയുന്നത്. സെൽ ഓർഗനല്ലീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ലൈസോസോംസ്, ഗോൾഗി അപ്പാരറ്റസ്, പെറോക്സിസോംസ് ആൻഡ് വാക്യൂൾസ്. അപ്പൊ ഇത്രയാണ് സെൽ ഓർഗനല്ലീസ് എന്ന് പറയുന്നത്. ഈ ഓരോ സ്ട്രക്ചറിനും ബൗണ്ട് ആയിട്ടാണ് സെല്ലിനകത്ത് കാണുന്നത്. ഇതിനെ ഒരു കവറിങ്ങിനകത്ത് വെച്ചിട്ട് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിനകത്ത് ഒരു സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പൊ ഇവരെല്ലാവരും മെംബ്രെയിൻ ബൗണ്ട് ആണെന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുക. സെല്ലിന് മൊത്തത്തിൽ ഒരു കവറിംഗ് ഉണ്ട്, ബൈലിപ്പിഡ് ലെയറിന്റെ ഒരു കവറിംഗ് ഉണ്ട്. അത് കൂടാതെ അകത്തോട്ട് കയറിയപ്പോൾ സെൽ ഓർഗനല്ലീസ്, ഓരോ ഓർഗനല്ലീസിനും പ്രത്യേകം കവറിംഗ് ഉണ്ട്. അപ്പോൾ സെൽ ഓർഗനല്ലീസിൽ വരുന്നത് മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, ഗോൾഗി അപ്പാരറ്റസ്, പെറോക്സിസോംസ്, വാക്യൂൾസ്. ഇവർ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് സെല്ലിനകത്ത് ചെയ്യാനുണ്ട്. ഓരോരുത്തരെയായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഒരു പേര് പറയല്ലോ, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് ഓഫ് പവർ പവർ ജനറേഷൻ ഹൗസ് ഓഫ് സെൽ എന്നാണ് പറയുക അല്ലേ. മൈറ്റോകോൺട്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. അപ്പൊ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. അതൊരു ഡബിൾ ലെയർ അതിനും വരുന്നുണ്ട് മൈറ്റോകോൺട്രിയക്ക്. ഒരു ഔട്ടർ മെംബ്രെയിൻ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ കാണിച്ചിട്ടുള്ള ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ അകത്തായിട്ട് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഈ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ ഫോൾഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു ഫോൾഡിന് നമ്മൾ ക്രിസ്റ്റേ എന്ന് പറയും. അപ്പോൾ ഓരോ ഫോൾഡിന്റെയും ഇന്നർ മെംബ്രെയിൻ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ഈ മൈറ്റോകോൺട്രിയയുടെ അകത്ത് കാണുന്നത്. ഓരോ ഫോൾഡിനെയും പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഇനി ആ ഫോൾഡിന്റെ അകത്ത് കാണുന്ന പോർഷനെ മെട്രിക്സ് എന്ന് പറയും. ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പാർട്സ് നോക്കുമ്പോൾ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഫോൾഡ് ആയിട്ടാണ് കാണുന്നത്, അപ്പൊ അതിനെ ക്രിസ്റ്റേ എന്ന് പറയും. ദെൻ ക്രിസ്റ്റേ അതിനകത്ത് വരുന്ന പോർഷന്, ഇന്നർ മെംബ്രെയിന്റെ അകത്ത് വരുന്ന മൈറ്റോകോൺട്രിയയുടെ ഒരു പോർഷനെ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ മൈറ്റോകോൺട്രിയ ഇസ് ദി പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുക. അപ്പൊ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? മൈറ്റോകോൺട്രിയയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എനർജി എനർജി പ്രൊഡക്ഷൻ പവർ ആണ്. ജനറേറ്റിംഗ്. പവർ ജനറേഷൻ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ ആണ് മൈറ്റോകോൺട്രിയയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ എനർജി ട്രാൻസാക്ഷൻ ത്രൂ റെസ്പിറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സെൽ റെസ്പിറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ATP എന്ന് പറയുമല്ലോ, അതായത് എനർജി സ്റ്റോർ ചെയ്യുന്ന ATP ആയിട്ടാണ് നമ്മളെ ബോഡിയിൽ. ഈ ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് മൈറ്റോകോൺട്രിയയുടെ ഒരു ഫംഗ്ഷനാണ്, ഈ ATPയെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതാണ് ആ ഒരു ട്രാൻസ്ഡക്ഷൻ ത്രൂ റെസ്പിറേഷൻ, സെൽ റെസ്പിറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിനായിട്ടും പവർ ജനറേഷൻ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക. ഫസ്റ്റ് ഓർഗനല്ലേ മൈറ്റോകോൺട്രിയ. ഇനി രണ്ടാമത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നിങ്ങൾ നോക്കുമ്പോൾ 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാൻ പറ്റും. അതായത് ഒന്ന് അതിന്റെ പുറത്ത് ചെറിയ പൊടി പൊടി പോലെ ഇരിക്കുന്ന ഒരു റഫായിട്ട് കാണുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഈ സൈഡിലായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് വരുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് വരുന്നുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരുന്നുണ്ട്. അപ്പൊ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആ കണ്ടില്ലേ, അതിന്റെ പുറത്ത് ചെറിയ ചെറിയ ബോൾ പോലെ കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് റൈബോസോംസ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ് റൈബോസോംസിന്റെ പ്രസൻസ്. റൈബോസോംസ് അതിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണുള്ളത്. റൈബോസോംസ് ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് റൈബോസോംസ് ആബ്സെന്റ് ആയിട്ടുള്ള സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവർക്ക് 2 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് അതിന്റെ പ്രോസസ്സിംഗ് പാക്കേജിങ്, പ്രോട്ടീന്റെ സിന്തസിസും പ്രോസസ്സിങ്ങും പാക്കേജിങ്ങും ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ. അതേസമയം സ്മൂത്ത് ആണെങ്കിൽ ലിപ്പിഡിന്റെ സിന്തസിസ് ആണ്, ലിപ്പിഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ഇതിന്റെയൊക്കെ സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇപ്പൊ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പർട്ടിക്കുലർ ആയിട്ട് ചില സെല്ലുകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതായത് ലിപ്പിഡ് സിന്തസിസ് കൂടുതലായിട്ട് നടക്കുന്ന അഡിപ്പോസൈറ്റ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ടെസ്റ്റിസ്, ഗ്ലൈക്കോജൻ സ്റ്റോറിംഗ് സെൽസ് ഓഫ് ലിവർ, അഡ്രിനൽ കോർട്ടെക്സ്, മസിൽ സെൽസ്, ല്യൂക്കോസൈറ്റ്സ്, അങ്ങനെ ലിപ്പിഡ് കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യുന്ന സെല്ലുകളിൽ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന പാൻക്രിയാറ്റിക് അസിനാർ സെൽസ്, ഗോബ്ലറ്റ് സെൽസ് അല്ലെങ്കിൽ നിസൽസ് ഗ്രാന്യൂള്, നെർവ് സെൽസ് ഇവിടെയൊക്കെ കൂടുതലായിട്ട് വരുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിരിക്കും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ എന്താണ് ഫംഗ്ഷൻ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നത്? Synthesis of lipid. ലിപ്പിഡ്സിന്റെ സിന്തസിസ് ആണ്. ലിപ്പിഡ് ഫോർമേഷൻ. ലിപ്പിഡ്സ്, സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ ഒക്കെ സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഫംഗ്ഷൻസ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻ സെഗ്രിഗേഷൻ, പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുമല്ലോ അവിടെ വെച്ചിട്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുണ്ട്. മസിൽ കോൺട്രാക്ഷൻ, ഒക്കെ മസിൽ സെൽസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ എന്താണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നതെന്നുള്ള. മസിൽ സെൽസിന്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ മസിൽ സെല്ലിനകത്ത് വരുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറയുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. 2 ഓർഗനലൈസ് ആയി, മൈറ്റോകോൺട്രിയ ആയി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായി. മൈറ്റോകോൺട്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് സെല്ലാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെയിൻ ആയിട്ടും പ്രോട്ടീൻ സിന്തസിസും ലിപ്പിഡ് സിന്തസിസും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗനല്ലയാണ്. അടുത്ത 3ാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ്. ഇതാണ് ആ ഒരു ഫിഗർ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മെംബ്രെയിൻ ഫോൾഡ് പോലെയാണ് കാണുന്നത് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഗോൾഗി അപ്പാരറ്റസ് ഗോൾഗി അപ്പാരറ്റസിന്റെ മെയിൻ ഫംഗ്ഷൻ പാക്കേജിംഗ് ആണ്. അതായത് ഈ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഇതിന്റെ സിന്തസിസ് നടന്നല്ലോ, ആ സിന്തസൈസ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കും ഈ പ്രോട്ടീൻസിന്. അതിനെ കൃത്യമായിട്ട് റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്ന ആളാണ് ഗോൾഗി അപ്പാരറ്റസ്. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അതിനെ റിലീസ് ചെയ്യുക. അതാണ് ഗോൾഗി അപ്പാരറ്റസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഗോൾഗി അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാക്കേജിംഗ് ആണ്. അപ്പൊ അവരെ സോർട്ടിംഗ് സൈറ്റ്സ് എന്നും പറയും കേട്ടോ, SORTING, സോർട്ടിംഗ് സൈറ്റ്സ് എന്നും പറയും ഗോൾഗി ബോഡീസിന്. ഓക്കെ, അപ്പൊ അടുത്ത ഓർഗനല്ലയാണ് റൈബോസോംസ്. അപ്പൊ റൈബോസോംസ് നമ്മളിപ്പോ കണ്ടില്ലേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ
പുറത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടായിരിക്കും റൈബോസോംസ് കാണുന്നത്. റൈബോസോംസ് സ്മോളസ്റ്റ് ഓർഗനല്ലെയാണ്. ഈ നമ്മൾ ഈ പറയുന്നതിൽ വെച്ച് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ആളാണ് റൈബോസോംസ്. അതുപോലെ ഹയസ്റ്റ് ഇൻ നമ്പർ, ഏറ്റവും കൂടുതൽ എണ്ണം കാണുന്നതും റൈബോസോംസ് ആണ്. അപ്പൊ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗനല്ലേ റൈബോസോം ആണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഇൻ നമ്പറുമാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. അപ്പൊ റൈബോസോംസിനെ നമ്മൾ പ്രോട്ടീൻ ഫാക്ടറീസ് എന്ന് പറയും, അല്ലെങ്കിൽ എൻജിൻ ഓഫ് സെൽ എന്ന് പറയുന്നതും റൈബോസോംസ് ആണ്. റൈബോസോംസ് ആർ ദ എൻജിൻ ഓഫ് സെൽ അല്ലെങ്കിൽ പ്രോട്ടീൻ ഫാക്ടറീസ് എന്ന് പറയും. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു വിടുന്ന ആളാണ് റൈബോസോംസ്. പ്രോട്ടീൻ സിന്തസിസ് തന്നെയാണ് ഇവരുടെയും ഫംഗ്ഷൻ, പക്ഷെ അതിൽ ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളാണ് റൈബോസോംസ് എന്ന് പറയാം. Ribosomes are the smallest organelle and highest in number. They are also known as engine of cell അല്ലെങ്കിൽ പ്രോട്ടീൻ ഫാക്ടറീസ് എന്ന് പറയും. ഇവരാണ് ആ ഒരു എന്താണ് ആ ഒരു പ്രോട്ടീൻ സിന്തസിസിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് റൈബോസോംസ്. അപ്പൊ ഈ റൈബോസോംസ് മാത്രം മെംബ്രെയിൻ ബൗണ്ട് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് കാണുന്ന ഓർഗനല്ലേഴ്സിനെല്ലാം പ്രത്യേകം മെംബ്രെയിൻസ് ഉണ്ട്. പക്ഷെ റൈബോസോംസിന് മാത്രം മെംബ്രെയിൻസ് ഇല്ല. ബാക്കി എല്ലാ ഓർഗനല്ലേഴ്സും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിനുശേഷം ഗോൾഗി അപ്പാരറ്റസ്, അപ്പോൾ റൈബോസോംസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ലൈസോസോംസ്. അടുത്ത ഓർഗനല്ലാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സെല്ലിനകത്ത് കാണുന്നത്. സാക്ക് ലൈക്ക് സ്ട്രക്ചർ ലൈസോസോംസിനെയും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈസോസോംസിന് അറിയപ്പെടുന്നത് സൂയിസൈഡൽ ബാഗ് എന്നാണ്. ലൈസോസോംസ് ഇസ് ഓൾസോ നോൺ ആസ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ. അപ്പൊ ഇവരുടെ ആ ഒരു ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പേര് വന്നത്. അതായത് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന ആളാണ് ഈ ലൈസോസോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാലും ലൈസോസോം ചെന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ആ സ്വന്തം സെല്ലിനെ തന്നെ നശിപ്പിക്കുന്ന ആ ഒരു ടെൻഡൻസി, അതായത് ആ സെല്ലിന് ഡാമേജ് ആയിപ്പോയി, അപ്പൊ അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് അതിനകത്ത് ഓർഗനല്ലേ ആയിട്ടുള്ള ലൈസോസോമാണ്. അപ്പൊ അതുകൊണ്ടാണ് ലൈസോസോമിനെ സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്ന് പറയുന്നത്. ഒരു സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ ലൈസോസോം ബേസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള എൻസൈംസ് പുറത്തേക്ക് വരും. ഈ എൻസൈംസ് ആ ഡാമേജ് ആയ സെല്ലിനെ നശിപ്പിച്ച് കളയും. സോ അപ്പോൾ സ്വന്തം സെല്ലിനെ തന്നെ നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് അതിനെ സൂയിസൈഡൽ ബാഗ് ഓഫ് എ സെൽ എന്നും പറയും. ഇതാണ് ലൈസോസോമിന്റെ ഒരു സ്ട്രക്ചർ. ലൈസോസോമും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. ഫങ്ഷൻസ് ഡൈജഷൻ, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ, ഓട്ടോഫേജി, ഓട്ടോലൈസിസ്, ഹെട്രോഫേജി. അത് ഓട്ടോഫേജി എന്നൊക്കെ പറയുന്നത്, അല്ലെ ഓട്ടോലൈസിസ് എന്നൊക്കെ പറയുന്നത് സ്വന്തം സെല്ലിനെ തന്നെ നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കേട്ടോ പറയുന്നത്. അടുത്ത ഓർഗനല്ലയാണ് പെറോക്സിസോംസ്. ഇത്രയും നേരം പറഞ്ഞത് ക്ലിയർ ആണോ ഓരോ ഓർഗനല്ലേസും? സെൽ മെംബ്രെയിനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. സെൽ മെംബ്രെയിൻ ബൈ ലിപ്പിഡ് ലെയർ ആയിരുന്നു. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് വന്നപ്പോൾ സൈറ്റോപ്ലാസം കണ്ടു. സൈറ്റോപ്ലാസത്തിനകത്ത് ഓരോ ഓർഗനല്ലേസ് ഉണ്ടായിരുന്നു, ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ദെൻ സൈറ്റോപ്ലാസത്തിന്റെ ആ ഒരു ഓർഗനല്ലേ ഇല്ലാത്ത ഏരിയ, അല്ലെങ്കിൽ ഓർഗനല്ലേ തൊട്ട് കിടക്കുന്ന സൈറ്റോപ്ലാസത്തിന്റെ ഒരു ഏരിയയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മോളിക്യൂൾസിന്റെയും അയോൺസിന്റെയും ട്രാൻസ്പോർട്ട് ആയിരുന്നു അതിന്റെ ഫംഗ്ഷൻ. പിന്നെ ഓരോ ഓർഗനല്ലേസ് ആയിട്ട് നോക്കി. അതിൽ ഫസ്റ്റ് മൈറ്റോകോൺട്രിയ വന്നു. മൈറ്റോകോൺട്രിയ ഇസ് ദ പവർ ഹൗസ് എന്ന് പറഞ്ഞു. എനർജി പ്രൊഡക്ഷൻ ആണ് അതിന്റെ ജോലി. അതിനുശേഷം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വന്നു. പ്രോട്ടീൻ സിന്തസിസും ലിപ്പിഡ് സിന്തസിസും ആണ് അതിന്റെ മെയിൻ ജോലി. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടായിരുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തിന്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ റഫ് ആണോ സ്മൂത്ത് ആണോ എന്ന് പറഞ്ഞത്? റൈബോസോം. റൈബോസോംസിന്റെ പ്രസൻസ് വെച്ചിട്ടാണ് അല്ലെ. അതിനുശേഷം ഗോൾഗി അപ്പാരറ്റസ് വന്നു. ഗോൾഗി അപ്പാരറ്റസിന്റെ ജോലി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് ചെയ്ത് പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യുക. അതിനുശേഷം റൈബോസോംസ് പറഞ്ഞു. റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത്
എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് വേണം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ, ഇത് എത്ര എണ്ണമൊക്കെ വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് റൈബോസോംസ് ആണ്. then അതിനുശേഷം ലൈസോസോംസ് പറഞ്ഞു. ലൈസോസോം എന്ന് പറയുന്നത് വേസ്റ്റ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓർഗനല്ലാണ്. അതുപോലെ സെൽ ഡാമേജ് വന്നാൽ ആ സെല്ല് നശിപ്പിക്കുക എന്നുള്ള ഫംഗ്ഷനും ലൈസോസോംസ് ആണ് ചെയ്യുന്നത്. ലൈസോസോം അതർവൈസ് നോൺ ആസ് Suicidal bag. Suicidal bag. Suicidal vacuum cell. ഓക്കെ. അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പ്രോട്ടീൻ ഫാക്ടറീസ് ഏതായിരുന്നു? Ribosomes. റൈബോസോംസ് ആണ് പ്രോട്ടീൻ ഫാക്ടറീസ്. വീണ്ടും പെറോക്സിസോംസ്, അടുത്ത ഓർഗനല്ലെയാണ് പെറോക്സിസോംസ് എന്ന് പറയുന്നത്. പെറോക്സിസോംസും ലൈസോസോമും ഏകദേശം ഒരുപോലെയാണ്, കാണാനും ഒരുപോലെയാണ്, സ്ട്രക്ചർ വൈസ് ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫംഗ്ഷൻ വൈസ് നോക്കിയാൽ ഇവർ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അതായത് ആവശ്യമില്ലാത്ത ടോക്സിക് സബ്സ്റ്റൻസുകളെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പെറോക്സിസോംസിന്റെയും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. ഏകദേശം സെയിം ആണ്. എൻസൈംസ്, അതായത് എന്തെങ്കിലും ഡാമേജ് വന്നാൽ, സെല്ലിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ എൻസൈംസ് ഇവർ ബേസ്റ്റ് ചെയ്തിട്ട് എൻസൈംസ് റിലീസ് ചെയ്യും. ഈ എൻസൈംസ് പോയിട്ട് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ സിമിലാരിറ്റി അതാണ്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞതാണോ? ഓക്കെ. അപ്പൊ അവരുടെ സിമിലാരിറ്റി അതാണ്. എൻസൈംസ് റിലീസ് ചെയ്തിട്ട് ഈ ആവശ്യമില്ലാത്ത ഇതിനെയൊക്കെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്, നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ലൈസോസോമിന്റെയും പെറോക്സിസോമിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കാണുന്ന എൻസൈംസ് രണ്ട് കാറ്റഗറി എൻസൈംസ് ആണ്. ഇപ്പൊ പെറോക്സിസോമിനകത്ത് കാണുന്നത് ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന എൻസൈംസ് ആണ്. ദെൻ ലൈസോസോമിനകത്ത് കാണുന്നത് ഹൈഡ്രലേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ്. അപ്പൊ ആ എൻസൈംസ് രണ്ട് രീതിയിലായിരിക്കും ഇതിനെ നശിപ്പിച്ച് കളയുന്നത്. ഇവരുടെ ഒരു ഡിഫറൻസ് അതാണ്. രണ്ട് കാറ്റഗറി ഓഫ് എൻസൈംസ് ആണ് ലൈസോസോമിലും പെറോക്സിസോമിലും കാണുന്നത്. പെറോക്സിസോമിലാണെങ്കിൽ ഓക്സിഡൈസ് കാറ്റഗറിയിൽ വരുന്ന എൻസൈംസ് ആണ് വരുന്നത്. ലൈസോസോമിലാണെങ്കിൽ ഹൈഡ്രോലേസ് കാറ്റഗറീസ്, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട എൻസൈംസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഹൈഡ്രോലേസ് എന്ന് വെച്ചാൽ ഒരു വാട്ടർ മോളിക്യൂൾ വെച്ചിട്ടായിരിക്കും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയുന്നത്. ആ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു സെല്ലിനെ നശിപ്പിച്ച് കളയുന്നത്. ആ ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് വാട്ടർ ആണ് മെയിൻ ആയിട്ടുള്ള റോൾ എടുക്കുന്നത്. പക്ഷെ ഓക്സിഡൈസ് എന്ന ആ എൻസൈമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന കെമിക്കൽ റിയാക്ഷനകത്ത് ഓക്സിജൻ ആയിരിക്കും. ഓക്സിജൻ റെഡ്യൂസ് ചെയ്ത് വാട്ടർ, അങ്ങനൊരു കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. അവിടെ ഓക്സിജൻ ആയിരിക്കും ആ ഒരു റിയാക്ഷൻ ഏറ്റെടുക്കുന്നതെന്ന് ആലോചിക്കുക. പെറോക്സിസോമിലാണെങ്കിൽ. ലൈസോസോമിലാണെങ്കിൽ വാട്ടർ ആയിരിക്കും ആ ഒരു റിയാക്ഷൻ ഏറ്റെടുത്ത് അതിനെ നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ പെറോക്സിസോമില് ഓക്സിഡൈസ് എൻസൈം ആണ് വരുന്നത്. ലൈസോസോമില് ഹൈഡ്രോലൈസ് എൻസൈം ആണ് വരുന്നത്. ഇനി ഇവരുടെ ഒറിജിനും ഡിഫറൻസ് ഉണ്ട്. പെറോക്സിസോംസ് ആണെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു പാർട്ട് പുറത്തേക്ക് വന്നിട്ട് അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറിയിട്ടാണ് പെറോക്സിസോംസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒറിജിൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് പെറോക്സിസോംസിന്റെ. പെറോക്സിസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു പോർഷൻ അതിൽ നിന്ന് അടർന്നു മാറി ഉണ്ടാകുന്നതാണ് പെറോക്സിസോംസ്. ലൈസോസോംസ് ആണെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിൽ നിന്ന് മാറി ഉണ്ടാകുന്നതാണ് ലൈസോസോംസ്. Lysosomes are come from Golgi apparatus. Peroxisomes originate from peroxisomes എവിടെ നിന്നാണ്? Endoplasmic. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് പെറോക്സിസോംസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവരുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏകദേശം സിമിലർ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്, പക്ഷെ അവരുടെ ഒറിജിനും അതിനകത്ത് വർക്ക് ചെയ്യുന്ന എൻസൈംസും ഡിഫറെന്റ് ആണ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനല്ലീസ് വരുന്നത്. ഇനി ഒരു സൈറ്റോസ്കെലിറ്റൺ ഉണ്ട്. സൈറ്റോസ്കെലിറ്റൺ എന്ന് വെച്ചാൽ നമ്മളെ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബോഡിക്ക് ആ ഒരു സ്കെലിറ്റൺ സപ്പോർട്ട് കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫിലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഫൈബറുകളാണ് ഈ സൈറ്റോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോസ്കെലിറ്റൺ മീൻസ് എ സിസ്റ്റം ഓഫ് ഫൈബേഴ്സ് ആണ്. ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഫൈബേഴ്സിനെയാണ് നമ്മൾ സൈറ്റോസ്കെലിറ്റൻ, സെല്ലിന്റെ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. ഈ സൈറ്റോസ്കെലിറ്റൻ ആയിരിക്കും ആ സെല്ലിനൊരു ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത്. നമ്മളെ ബോഡിയിൽ സ്കെലിറ്റൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സെല്ലിന്റെ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്ന പാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ കട്ടിയുള്ള പാർട്ടുള്ള ചെറിയ ഫൈബേഴ്സ് ആണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. സൈറ്റോസ്കെലിറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്, അതിനകത്ത് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഉണ്ട് ആൻഡ് മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ
പ്രോട്ടീൻസ് വരുന്നുണ്ട്. ഇവരെ തമ്മിൽ തമ്മിൽ ചേർത്ത് നിർത്താനായിട്ട് പ്രോട്ടീൻ മോളിക്യൂൾസും ഉണ്ട്. സൈറ്റോസ്കെലിറ്റൻ മേഡപ്പ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ആൻഡ് മൈക്രോ ഫിലമെന്റ്സ്. അതിന്റെ കൂടെ പ്രോട്ടീൻ മോളിക്യൂൾസും കൂടെ വരുന്നതാണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. സൈറ്റോസ്കെലിറ്റന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനൊരു സ്ട്രക്ചറും ഷേപ്പും കൊടുക്കുക, സെല്ലിനൊരു സ്ട്രക്ചറും ഷേപ്പും കൊടുക്കുക, അതുപോലെ തന്നെ അതിന്റെ മൂവ്മെന്റ്, സെല്ലിന്റെ മൂവ്മെന്റ്, ദെൻ പ്രോസസ് ദാറ്റ് മൂവ് സെക്രീഷൻ ഗ്രാന്യൂൾസ്, ഈ സെല്ലിനകത്ത് ഓരോ ഗ്രാന്യൂൾസിന്റെ മൂവ്മെന്റ്, മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ്, സെൽ മെംബ്രെയിനകത്ത് പ്രോട്ടീന്റെ മൂവ്മെന്റ്, മെയിൻ ആയിട്ടും സ്ട്രക്ചറും മൂവ്മെന്റും ഒന്ന് ആലോചിക്കുക സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ. ആ സെല്ലിനകത്തുള്ള ഓരോ ഇതിന്റെ ഗ്രാന്യൂൾസിന്റെ ഒക്കെ മൂവ്മെന്റ്, അല്ലെങ്കിൽ സെല്ലിന്റെ ഹോൾ സെല്ലിന്റെ മൂവ്മെന്റ്, ദെൻ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ, ഷേപ്പ്, ഇത് ഇത്രയാണ് സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇത്രയും വരെ ഇപ്പൊ നമ്മള് സൈറ്റോപ്ലാസവും അതിന്റെ ഓർഗനലൈസും കവർ ആയിട്ടുണ്ട്. ഇനി ഒരു പാർട്ടും കൂടെ പറയാനുണ്ട്, ന്യൂക്ലിയസ്. സെന്റർ പോർഷനിൽ വരുന്ന ആളാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് ആ ഒരു സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതാണൊരു ന്യൂക്ലിയസ്. പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് പാർട്സ് ഒക്കെ കാണാൻ പറ്റും. ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞൊരു സെന്റർ പോർഷൻ ഉണ്ട്, ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, അതിനകത്ത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്. ന്യൂക്ലിയസും ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ദാറ്റ് കണ്ടെയ്ൻ സെൽസ് ഹെറിഡിറ്ററി ഇൻഫർമേഷൻ ആൻഡ് കൺട്രോൾ സെൽസ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ, DNA അല്ലെങ്കിൽ RNA അങ്ങനത്തെ ജനറ്റിക് മെറ്റീരിയൽ, ക്രോമസോംസ് കാണുന്നത് ഈ ന്യൂക്ലിയസിനകത്താണ്. നമ്മുടെ ഒരു ഹെറിഡിറ്ററി ആ ഒരു ഹെറിഡിറ്ററി ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്തായിരിക്കും. ഇറ്റ് ഈസ് കോമൺലി ദ മോസ്റ്റ് പ്രോമിനന്റ് ഓർഗനൽ ഇൻ ദ സെൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെല്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അഗൈൻ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് ന്യൂക്ലിയർ എൻവലപ്പ് വരുന്നുണ്ട്. ന്യൂക്ലിയസും ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ബൗണ്ട് ചെയ്തിരിക്കുന്ന പോർഷനെ കവറിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്നുണ്ട്, ന്യൂക്ലിയോലസ് വരുന്നുണ്ട്. അതിനകത്ത് ഈ ന്യൂക്ലിയസിനകത്ത് സെല്ലിന് സൈറ്റോപ്ലാസം പോലെ ന്യൂക്ലിയസിനകത്ത് ഒരു ഫ്ലൂയിഡ് പോർഷൻ വരുന്നുണ്ട്. അതിനാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോംസും വരുന്നുണ്ട്. ഇത്രയാണ് ന്യൂക്ലിയസിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? സെല്ലിനെ കൺട്രോൾ ചെയ്യും. സെല്ലിനെ കൺട്രോൾ, അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ജനറ്റിക് മെറ്റീരിയലിനെ വെച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. സെൽ ഡിവിഷന്റെ സമയത്ത് ഇത് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ അതിനനുസരിച്ച് ഈ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് ക്ലിയർ ആണോ? ന്യൂക്ലിയസ് ക്ലിയർ ആണോ? Yes, ma'am. ഒന്നും കൂടി നോക്കോളാം. സെല്ല് അതിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. രണ്ട് ടൈപ്പ് സെൽസ് ആണ് ആദ്യം പറഞ്ഞത്, യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും. അതിൽ ഒരു ന്യൂക്ലിയസിൽ അല്ലെ DNA ന്യൂക്ലിയസിനകത്ത് കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് സെല്ലിനകത്താണ്? യൂക്യാരിയോട്സിനകത്താണ് കാണുന്നത്. ദെൻ പ്രോട്ടോപ്ലാസം അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം സെല്ലിനകത്തേക്ക് വന്നപ്പോൾ സെൽ മെംബ്രെയിൻ വന്നു. സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡൈജഷൻ ഉണ്ട്, പെർമിയബിലിറ്റി, സെലക്റ്റീവ് പെർമിയബിലിറ്റി, ഒരു അയോൺസിന് സെലക്റ്റീവ് പെർമിയബിലിറ്റി ആണ് കൊടുക്കുന്നത്. സൈറ്റോപ്ലാസം ആ ഒരു ജെൽ ലൈക്ക് ആയിട്ടുള്ള സെമി ട്രാൻസ്പെറൻറ്റ് ഫ്ലൂയിഡ് ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോസോൾ എന്ന് പറയുന്നത് ഓർഗനലിലേക്ക് പുറത്തായിട്ട് കാണുന്ന സൈറ്റോപ്ലാസത്തിന്റെ പോർഷനാണ് സൈറ്റോസോൾ എന്ന് പറഞ്ഞത്. ഓരോ ഓർഗനലൈസ് ആയിട്ട് നോക്കിയത് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. പിന്നെ അതിൻ്റെ
ഫങ്ഷൻസ് എനർജി പ്രൊഡക്ഷൻ, പവർ ജനറേഷൻ ഒക്കെ തന്നെയാണ്. അതിൽ സെൽ റെസ്പിറേഷൻ ഒക്കെയാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കി പ്രോട്ടീൻ സിന്തസിസ് ആണ് ഫംഗ്ഷൻ. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. സ്മൂത്ത് ഉണ്ട്, റഫ് ഉണ്ട്. റൈബോസോംസിന്റെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മൾ റഫ് ആണോ സ്മൂത്ത് ആണോ എന്ന് പറയുന്നത്. ഗോൾഗി അപ്പാരറ്റസ് അതർവൈസ് നോൺ ആസ് സോർട്ടിംഗ് സൈറ്റ് എന്ന് പറയും. അപ്പൊ ഈ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗോൾഗി അപ്പാരറ്റസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൈബോസോംസും പ്രോട്ടീൻ സിന്തസിസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനല്ലെയാണ്. റൈബോസോംസ് അതർവൈസ് നോൺ ആസ് പ്രോട്ടീൻ ഫാക്ടറീസ്. പ്രോട്ടീൻ ഫാക്ടറീസ് അല്ലെങ്കിൽ എൻജിൻ എന്ന് പറയും. എൻജിൻ ഓഫ് ദ സെൽ. അത് പ്രോട്ടീൻ ഫാക്ടറീസ് ഓർ എൻജിൻ ഓഫ് ദ സെൽ എന്ന് പറയും. ആൻഡ് സ്മോളസ്റ്റ് ഓർഗനൽ ഏതാണ്? റൈബോസോംസ് ആണ്. അതിനുശേഷം ലൈസോസോംസ് അതർവൈസ് നോൺ ആസ് സൂയിസൈഡൽ സൂയിസൈഡൽ ബാഗ് എന്നാണ് പറയുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ പുറത്തേക്ക് കളയുന്ന ആളാണ് ലൈസോസോംസ്, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന ആളാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. അതിനുശേഷം പെറോക്സിസോംസും ടോക്സിക് സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യുന്ന ആളാണ് പെറോക്സിസോംസും. ഓക്സിഡൈസ് എൻസൈം എവിടെയാണ് കാണുന്നത്? പെറോക്സിസോമിലാണോ ലൈസോസോമിലാണോ? പെറോക്സിസോമിലാണ്. പെറോക്സിസോംസിന്റെ ഒറിജിൻ എവിടെയെന്നാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പൊ ലൈസോസോമിന്റെ ഗോൾഗി അപ്പാരറ്റസ്. apparatus. ടീച്ചർ ഒരു മിനിറ്റ്, ഈ ഒരു പോയിന്റ് പറഞ്ഞത് ഈ ഫസ്റ്റ് സ്ലൈഡില് ന്യൂക്ലിയസിന്റെ ആ ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നത് ഒരു ഇതന്നെ തൊട്ടപ്പുറത്തെ സ്ലൈഡ്. ഇതാണോ അതോ? അല്ല തൊട്ടപ്പുറത്തെ സ്ലൈഡ്. ഇതിന്റെ അവസാനം ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ദ സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയർ. അതിന്റെ ന്യൂക്ലിയർ എൻവലപ്പ് ചോദിച്ചേ, ന്യൂക്ലിയർ എൻവലപ്പ് എന്നാണല്ലേ? എൻവലപ്പ്. അത് ഫിഗറിന്റെ അടിയിലായിപ്പോയോ? മനസ്സിലായി. ഇപ്പോൾ സമ്മപ്പ് ചെയ്യാം ഫങ്ഷൻസ്. പ്ലാസ്മ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് മോളിക്യൂൾസ് ആണ് ഫങ്ഷൻ. അതുപോലെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സൈറ്റോസോളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റബോളിസം. സൈറ്റോപ്ലാസത്തിലാണ്, അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സൈറ്റോസോളിലാണ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ് ഒക്കെ നടക്കുന്നത്. മൈറ്റോകോൺട്രിയയിൽ എനർജി പ്രൊഡക്ഷൻ ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ അല്ലെങ്കിൽ ലിപ്പിഡ് സിന്തസിസ്. ലിപ്പിഡ് സിന്തസിസ് ആരാണ് ചെയ്യുന്നത്? സ്മൂത്ത് ആണോ റഫ് ആണോ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഗോൾഗി അപ്പാരറ്റസിൽ മോഡിഫിക്കേഷൻ ആൻഡ് സ്റ്റോറിംഗ് ഓഫ് പ്രോട്ടീൻസ്. ലൈസോസോംസ് സെല്ലുലർ ഡൈജഷൻ ആണ്. പെറോക്സിസോംസ് യൂട്ടിലൈസേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ യൂട്ടിലൈസേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഓക്സിഡേസ് എൻസൈമിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ആക്ടിവിറ്റി വരുമ്പോഴാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. സെല്ലുലർ ഡൈജഷൻ തന്നെ ആലോചിക്കുക, ആ 2 എൻസൈംസിന്റെ പേരും ആലോചിച്ച് വെക്കുക. സൈറ്റോസ്കെലിറ്റൻ, സെൽ മോർഫോളജി, സെൽ മോട്ടിലിറ്റി. അതായത് സെല്ലിന്റെ ഷേപ്പ്, സ്ട്രക്ചർ, മോട്ടിലിറ്റി ആണ് സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ. ന്യൂക്ലിയസ് DNA സിന്തസിസും റിപ്പയറും. ജനറ്റിക് മെറ്റീരിയൽ ഹോൾഡ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ സെൽ ബേസിക് സ്ട്രക്ചർ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമോ? Which organelle is responsible for the primary packaging of chemicals that will be dispersed throughout the cell? ഗോൾഗി Apparatus. Packaging of chemicals. Here's the question. Inside of the cell contains a jelly-like substance known as ന്യൂക്ലിയോപ്ലാസം. സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിനകത്താണെങ്കിൽ ന്യൂക്ലിയോപ്ലാസം, സെല്ലിന്റെ അകത്തത് സൈറ്റോപ്ലാസം. Which organelle is involved in maintaining the cell's shape, providing structural support? Cytoskeleton. Cytoskeleton. Next question. Which of the following is the cell's outermost boundary? None of the above. Nuclear membrane. Nuclear. Membrane അല്ലേ?
പ്ലാസ്മ പ്ലാസ്മ ആണോ? അത് none of the above ആണോ? none of the above അല്ലേ? സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ മറ്റൊരു പേരല്ലേ പ്ലാസ്മ മെംബ്രെയിൻ? ആണോ? ഏതായിരിക്കും ആൻസർ? സി ആണോ ഡി ആണോ? സി ആണോ ഡി ആണോ? ഡി. 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 സി ആണോ സി ആണോ? സി ആണ്. സി അല്ലേ? സി ലോക്ക് ചെയ്യാം. പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, സി ഉറപ്പിച്ചല്ലോ അല്ലേ? വേറെ പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ളത്. നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആൻസർ പറഞ്ഞിരുന്നു. റൊട്ടേറ്ററി മൂവ്മെന്റ് അറൌണ്ട് എ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് എ ബോൺ എവേ ഫ്രം ദ മിഡ് ലൈൻ. റൊട്ടേറ്ററി മൂവ്മെന്റ് ആണ്, എവേ ഫ്രം ദ മിഡ് ലൈൻ ആണ്. എക്സ്റ്റേണൽ റൊട്ടേഷൻ. മിഡ് ലൈൻ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ഇന്റേണൽ റൊട്ടേഷൻ. പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എക്സ്റ്റേണൽ റൊട്ടേഷൻ. ഇപ്പൊ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻസ് വേണോ? എക്ടോപ്ലാസം എന്താണ്? എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ ചോദിച്ചത്? കേട്ടില്ല കേട്ടോ. അല്ല, ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല ഒരു ഓപ്ഷൻ എക്ടോപ്ലാസം. അതെന്താ? ഏതാണ്? ഇതാണോ ഉദ്ദേശിച്ചേ? എക്ടോപ്ലാസം എൻഡോപ്ലാസം അത് സെല്ലിന് പുറത്തേക്ക് വരുന്ന പോർഷനെയാണ് എക്ടോപ്ലാസം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പ്ലാന്റ് സെല്ല് പറയുമ്പോഴാണ് ആ ഒരു എക്ടോപ്ലാസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഹ്യൂമൻ സെൽ അല്ലെങ്കിൽ അനിമൽ സെല്ലിലേക്ക് വരുമ്പോൾ സൈറ്റോപ്ലാസം ആണ് വരുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്ലാന്റ് സെല്ലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള അനിമൽ സെല്ലിലെ മെയിൻ ഡിഫറൻസ് എന്താണ്? സെൽ വോൾ. യെസ്, സെൽ വോള് ആൻസറിൽ ഇല്ല. പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.